തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച UDF വെച്ചൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. വെച്ചൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VT സണ്ണിയുടെ അധ്യക്ഷതയിൽ നടന്ന സമര പരിപാടികൾ കേരള കോൺഗ്രസ് വൈക്കം നിയോജക മണ്ഡലം പ്രസിഡന്റ് പോൾസൺ ജോസഫ് വലിയതറയിൽ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് UDF വെച്ചൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചത്. സമരപരിപാടി കേരള കോൺഗ്രസ് വൈക്കം നിയോജക മണ്ഡലം പ്രസിഡന്റ് പോൾസൺ ജോസഫ് വലിയതറയിൽ ഉദ്ഘാടനം ചെയ്തു. ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എല്ലാ വർഷവും ബഡ്ജറ്റുകളിൽ നിശ്ചിത ശതമാനം വർധനവ് വെച്ചുകൊണ്ടാണ് ബഡ്ജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ബഡ്ജറ്റ് എഴുതിക്കൊണ്ടിരുന്നത്. എന്നാൽ 2016 മുതൽ 2025 വരെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF ഗവൺമെന്റ് അന്ന് എവിടെ തുടങ്ങിയോ അതിൽ നിന്നും കാര്യമായ യാതൊരു വ്യത്യാസവും ഇല്ലാതെയാണ് ബഡ്ജറ്റിൽ ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടി തുക വകകൊള്ളിക്കുന്നത് എന്നത് മനസ്സിലാക്കണം. കേരളത്തിലെയല്ല ലോകത്ത് തന്നെ ഏറ്റവും ചിലവേറിയ ഒരു സംവിധാനമായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിട്ടിരിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, റോഡുകളോ കെട്ടിടങ്ങളോ അതുമായി ബന്ധപ്പെട്ട ഏത് സംവിധാനമാണെങ്കിലും ആ കാര്യങ്ങൾക്കൊക്കെ തുക വകകൊള്ളിക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള കടമയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന നയമാണ് LDF സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ആരോപിച്ചു. ചടങ്ങുകൾക്ക് വെച്ചൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VT സണ്ണി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KR ശൈലകുമാർ, PN ശിവൻകുട്ടി, K ഗിരീശൻ, ഷാജി മുഹമ്മദ്, PV ജയന്തൻ, PK മണിലാൽ, ബിൻസി ജോസഫ്, ആൻസി തങ്കച്ചൻ, U ബാബു, K സുരേഷ് കുമാർ, S മനോജ് കുമാർ, ജോസഫ് വടക്കേടത്ത്, PG ഷാജി, രഘു തോട്ടപ്പള്ളി, സോജി ജോർജ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വൈക്കം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.